രാം നാരായൺ റാം. ശ്രീ ബാലക് ബ്രഹ്മചാരിജിക്ക് 1993 വരെ ലോകമാകെയുള്ള 10 കോടിയിലധികം ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. ഇന്ന് ഏകദേശം 13 കോടിയിലധികം ആളുകൾ അവരുടെ ശിഷ്യരാണ്. ബാലക് ബ്രഹ്മചാരിജി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് പറഞ്ഞത്, നീ മുഹമ്മദ് അലി ജിന്നയെ പ്രധാനമന്ത്രിയായി നിയമിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ ഇങ്ങനെ ഭാഗങ്ങൾക്കായി വിഭജിക്കപ്പെട്ടിരുന്നില്ല. അതുകൂടാതെ അദ്ദേഹം നെഹ്റുവിനോട് നേപ്പാളിയും ഭൂട്ടാനുമൊക്കെ ഇന്ത്യയിലേക്ക് ചേർക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അദ്ദേഹം ഇന്ത്യയുടെ വിഭജനം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ബാലക് ബ്രഹ്മചാരിജിയുടെ ശിഷ്യന്മാരിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസും ഉൾപ്പെട്ടിരുന്നതാണ്. ജിന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നിവയൊക്കെ വ്യത്യസ്ത രാജ്യങ്ങളായിരിക്കുകയില്ലായിരുന്നു. എന്നാൽ വരാനിരിക്കുന്ന കാലത്ത് നിങ്ങൾ കാണുന്നതാകുന്നു, ഈ രാജ്യങ്ങളൊക്കെ വീണ്ടും ഒന്നിയാകും. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമെല്ലാം ഒറ്റ മനസ്സാകും. ഇത് നമ്മുടെ എല്ലായിടത്തു നിന്നുമുള്ള സംയുക്ത ശ്രമത്തിലൂടെയാണ് സാധ്യമാകുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 800 കോടി ആളുകൾ ഉണ്ട്. എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് രാജ്യം വീണ്ടും ഒന്നാകാൻ. രാജ്യം വിഭജിക്കപ്പെടുന്നതിന് മുൻപേ ഇന്ത്യ ഒന്നായി സഹജീവിതം നയിച്ചിരുന്നതാണ്. അതുപോലെ വീണ്ടും നമ്മൾ ഒന്നിച്ച് ജീവിക്കേണ്ടിയിരിക്കുന്നു. ബാലക് ബ്രഹ്മചാരിജി പറഞ്ഞതനുസരിച്ച് ഒരു ദിവസം അമേരിക്ക സാമ്പത്തികമായി തളരും. ഭാവിയിൽ ഈ ഭൂമിയിൽ നിലവിലുള്ള 400-ലധികം മതങ്ങൾ ഇല്ലാതാകും. അവശേഷിക്കുന്നതാകുന്ന ജീവധർമ്മം, പ്രകൃതിധർമ്മം, ജലധർമ്മം, അതാണ് നിങ്ങളുടെ മതം. അതേ നിങ്ങൾ വിശ്വസിക്കേണ്ടതും. ആ സമയത്ത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുകയില്ല. നിങ്ങൾ ഭൂമിയിൽ ജനിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയില്ല. പക്ഷേ ഇത് സാധ്യമാകുന്നത് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നും സ്വകാര്യ ഉടമസ്ഥതയുടെ ആശയം നീക്കുമ്പോഴാണ്. മനുഷ്യത്വം സൃഷ്ടിച്ച ഭരണഘടന, രാഷ്ട്രീയ പാർട്ടികൾ, ജാതിവ്യവസ്ഥ, മതവിഭാഗങ്ങൾ എന്നിവ നീക്കം ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ കണ്ടിരിക്കുമല്ലോ, കോൺഗ്രസിന്റെ വലിയ നേതാക്കൾ ഇപ്പോൾ ഇല്ല. നെഹ്റുവിന്റെ കുടുംബം രാജ്യം വിടേണ്ടതുണ്ട്, അല്ലെങ്കിൽ മരണശിക്ഷ ലഭിക്കാമെന്ന സാധ്യതയുണ്ട്. അവർ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവർക്കും രാം നാരായൺ റാം എന്ന ജപം ചെയ്യേണ്ടിവരും. സഞ്ജയ് ഗാന്ധിയുടെ മരണം അകാലമരണമായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രിജിയുടെ മരണം സംശയകരമായിരുന്നു. അന്ന് പരിസ്ഥിതി അന്വേഷിച്ചിരുന്നെങ്കിൽ പിന്നിലുള്ള യഥാർത്ഥ കാരണം വെളിപ്പെടുത്താമായിരുന്നു. ഇതെല്ലാം കോൺഗ്രസിന്റെ സാചാര്യമായിരുന്നു എന്നുള്ള സംശയമുണ്ട്. ഈ വിഷയത്തിൽ രാജ്യം മുഴുവനും നിശ്ബദമായി ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? മോദിജിയും യോഗിജിയും രാജ്യത്തിനായി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അവരെ ചെയ്യാൻ അനുവദിക്കാത്തതെന്തിനാണ്? കഴിഞ്ഞ 70 വർഷമായി കോൺഗ്രസ് ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങൾ ഇന്ന് മോദിജിയും യോഗിജിയും ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് ഇത് കാണാനാകുന്നില്ലേ? ജനങ്ങൾ കണ്ണുകൾ തുറന്നു കാണണം മോദി സർക്കാർ രാജ്യത്തിനായി എത്ര പ്രയത്നം ചെയ്യുന്നുവെന്ന്.